ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് വിഷ്ണു പ്രകാശ് നമുക്കൊപ്പം ചേരുന്നു. വിഷ്ണു, വിജയദശമി ആശംസകൾ നേരുകയാണ്. എങ്ങനെയാണ് അവിടുത്തെ തിരക്ക്? ഭക്തജനങ്ങൾ ധാരാളമുണ്ടോ? എഴുത്തിനിരുത്താനായി കൊണ്ടുവന്ന മക്കളൊക്കെ ഒരുപാടുണ്ടോ? മണ്ഡപത്തിൽ അവിൽപ്പറ വഴിപാട് സമർപ്പിക്കാം. കുട്ടികളുടെ വിദ്യാഭ്യാസം. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മളുള്ളത് പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലാണ്. എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സരസ്വതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ വിദ്യാരംഭ ചടങ്ങുകൾക്ക് ഏറെ പ്രസിദ്ധിയാർന്ന അല്ലെങ്കിൽ അതിന് വളരെ പ്രാധാന്യം നൽകുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം. ഈ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എന്ന് പറയുമ്പോൾ അത് കൊല്ലൂരിലുള്ള മൂകാംബിക ദേവിയുടെ, അതേ സരസ്വതി ദേവിയുടെ ഒരു പ്രതിഷ്ഠയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ, ഇപ്പോൾ കൊല്ലൂരിൽ എത്താൻ സാധിക്കാത്ത ആളുകൾ വരെ ഇവിടെ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലെത്തി, പറവൂരിലെത്തി കുരുന്നുകൾക്ക് വിദ്യാ ആരംഭം, ആദ്യാക്ഷരം കുറിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഇപ്പോൾ ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ 5 മണിയോടുകൂടി തന്നെ ഇവിടുത്തെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. 20ഓളം വരുന്ന ഗുരുക്കന്മാർ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകാൻ ഇവിടെ തയ്യാറായി ഇരിക്കുന്നുണ്ട്. പലരും കുട്ടികൾ രാവിലെ വന്ന് വലിയ രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ നേരം പുലരുന്തോറും ഇന്നിപ്പോൾ തിരക്കിൻ്റെ സമയമാണ്. ഏകദേശം 2000ഓളം ആളുകൾ ഇവിടെ എത്തിച്ചേരുമെന്നുള്ളതാണ് ഇന്നിപ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾ കണക്ക് കൂട്ടുന്നത്. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കുരുന്നുകൾ ഇവിടെ ആദ്യാക്ഷരം കുറിക്കുന്നത്. പലർക്കും അതൊരു കൗതുകത്തിൻ്റെ കാഴ്ചയാണ്. പല കുട്ടികളും ആ ഒരു എഴുതുന്ന ആദ്യം ആ ഒരു ധാന്യം നിറച്ച ആ ഒരു പ്ലേറ്റിൽ, അരി നിറച്ച ആ ഒരു പ്ലേറ്റിൽ അവരുടെ ഹരിശ്രീ ഗണപതയെ നമ എന്നുള്ള ഒരു ആദ്യാക്ഷരം കുറിക്കുമ്പോൾ പലരിലും ആ ഒരു കൗതുകം പ്രകടമാണ്. പലർക്കും നാവ് നീട്ടുന്നതിനടക്കമുള്ള ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷേ അത് ചെയ്യുന്നതോടുകൂടി അവരെല്ലാം അതിലേക്ക് പൂർണ്ണമായും അങ്ങ് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. എന്നാലും ചിലരുടെ കരച്ചിൽ നമുക്ക് വിട്ടൊഴിയാൻ സാധിക്കില്ല. കാരണം ഈ വിദ്യാരംഭ നാളിലെ അതൊരു പതിവ് കാഴ്ചയാണ്. ഒരിക്കലും കരയാതെ ഇവിടുന്ന് പോകുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു കുട്ടിയും ഉണ്ടാകില്ല എന്നുള്ളവരുടെ മനസ്സിലും വലിയ അനുഗ്രഹത്തോടെയായിരിക്കും അവരത് ചെയ്യുന്നത്. ഞാനായി തുടങ്ങി വെച്ചതാണ് ആ കുരുന്നിൻ്റെ ജീവിതത്തിൽ ജ്ഞാനത്തിന് വലിയ സ്ഥാനമുണ്ടാകട്ടെ. ഒരു കാലത്തും ഈ വിദ്യാഭ്യാസം ഒരു ഘട്ടത്തിൽ പോലും നിന്നു പോകാതെ അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കട്ടെ എന്ന വലിയ ആശംസയും ഇവരെല്ലാം മനസ്സുകൊണ്ട് നേരുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്. അതുകൂടിയാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. മാതാപിതാക്കൾക്കൊപ്പം ഈ ആഗ്രഹം അവരുടെ കൂടിയാണ്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഒരു കുരുന്ന് അതിൻ്റെ ഒരു വളർച്ചയുടെ ഒരു പ്രധാന ഘട്ടത്തിൽ അതിൻ്റെ വിദ്യ അടക്കമുള്ള വലിയ നേട്ടങ്ങളിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ സ്ഥാനത്തുള്ള ഗുരുക്കന്മാരായിട്ടുള്ള അവർക്ക് അവരുടെ ഒരു അറിവും, അവർ ഇത്രയും കാലം സമ്പാദിച്ച ഒരു അറിവും അവരുടെ ഒരു ഐശ്വര്യവും എല്ലാം കൂടിയാണ് ഓരോ കുട്ടികൾക്കും പകർന്നു നൽകുന്നത്. അതിനുവേണ്ടി തന്നെ ഇവിടെ ഇപ്പോൾ 20ഓളം വരുന്ന ആളുകൾ തയ്യാറായിട്ടുണ്ട്. എങ്ങനെയാ ഇത്തവണത്തെ എന്തൊക്കെ ഒരുക്കങ്ങൾ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള? വരുന്നവർക്ക് നമ്മളിങ്ങനെ അരി ഇവിടെ നിന്ന് തന്നെ തരുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു എഴുത്താണി കൊണ്ടുവരും, നാരായം, പിന്നെ ചന്ദനം തൊടിക്കാൻ കൊണ്ടുവരും. പിന്നെ കുട്ടികൾക്ക് പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടാണ് നമ്മൾ സരസ്വതി മന്ത്രങ്ങൾ ചൊല്ലിയിട്ടാണ് നമ്മൾ ചെയ്യാറ്. നിങ്ങൾക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്, ഒത്തിരി അഭിമാനമൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് എത്ര കാലമായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് വരുന്നതാണ്? ഒരു 10 കൊല്ലം, 10 വർഷം. ഇങ്ങനെയുള്ള ഓരോരുത്തരും പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് വിദ്യ. ചിലരൊക്കെ സ്വന്തം വിരലുകൾ കൊണ്ടാണ് എഴുതാൻ പ്രേരിപ്പിക്കുക, എഴുത്തിപ്പിക്കുക. പക്ഷെ ചിലയിടത്തൊക്കെ നാരായം കൊണ്ടാണ് എന്ന് പറയുന്നു. സ്വർണ്ണ ആഭരണം കൊണ്ട്, മോതിരം കൊണ്ടും മറ്റും നാവിൽ എഴുതുന്നവരുണ്ട്. അങ്ങനെ അത്തരത്തിൽ പല രീതിയിലാണ് പല സ്ഥലത്തും ഈ എഴുത്തിനിരുത്ത ചടങ്ങുകൾ പുരോഗമിക്കുന്നത്.